മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാവോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് നല്ല കാലാവസ്ഥ ദൈവം തരികയാണ്. ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കർത്താവ് തരുന്ന അനുഗ്രഹമാണ് കർത്താവിനെ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. സാമുവേലിനെ പോലെ ഓരോ വചന ശുശ്രൂഷയിലും നമ്മൾ പറയുകയാണ്, കർത്താവെ അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുറവിയോടുകൂടി കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എവിടെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടാലും ആ സ്വരം കേൾക്കുമ്പോൾ അവിടെ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവത്തിന് ആ ജീവിതത്തിൻ്റെ മേൽ ഇടപെടാനുള്ള ഒരു ഉപാധിയാണ്, ഒരു മീഡിയമാണ്, ഒരു മാധ്യമമാണ് ദൈവത്തിൻ്റെ വചനം. കാരണം കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ്. നമുക്ക് ബൈബിള് തുറന്ന് പ്രഭാഷകൻ്റെ പുസ്തകം എടുക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 42 അധ്യായം 15 വാക്യം. പ്രഭാഷകൻ 42 അധ്യായം 15 വാക്യം. ബൈബിളുണ്ടോ? പിന്നെന്തിനാ വന്നേ? വായിച്ചോ. ഓക്കെ. ഒരു 50 പേരുടെ ഞരക്കം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു ബൈബിൾ നാളെ കൊണ്ടുവരണേ കേട്ടോ. നാളെ വരുമോ? നാളെ കൊണ്ടുവരണം. വായിക്കാം. പ്രഭാഷകൻ 42:15. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. എന്നൊക്കെ പറഞ്ഞേ, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. എന്നോട് പറഞ്ഞേ, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഹല്ലേലൂയാ. അതായത് ദൈവപ്രവർത്തികൾ നടക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തെ ശ്രദ്ധയോടെ കേൾക്കണം, വചനം സ്വീകരിക്കണം, വചനം ഏറ്റെടുക്കണം. വചനത്തിൽ ശ്രദ്ധ വെച്ചാൽ ആ ജീവിതം സമൃദ്ധമായ ഫലം ചൂടി നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാകും. അപ്പോൾ അതിന് ദൈവവചനത്തോട് അഗാധമായ ഒരു ഭയവും ഭക്തിയും സ്നേഹവും പുലർത്തേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഈ 4 ദിവസങ്ങളിലും ദൈവവചനത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വരത്തിൻ്റെ പ്രത്യേകത 29 സങ്കീർത്തനത്തിൽ ഉണ്ട്. 29 സങ്കീർത്തനം 4 വാക്യം. സങ്കീർത്തനങ്ങൾ 29 വാക്യം 4. ബൈബിൾ ഉള്ളവര് ഉറക്കെ വായിച്ചോളുക. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. എന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. പറയാവോ? എന്നൂടെ പറയാവോ? കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. ഇപ്പൊ കർത്താവിൻ്റെ സ്വരത്തിൻ്റെ പ്രത്യേകത, ആ സ്വരം ശക്തി നിറഞ്ഞ സ്വരമാണ്, അത് പ്രതാപമുറ്റ സ്വരമാണ്. എന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. പറയാവോ? പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. എന്നിട്ട് എന്ത് ചെയ്യേ? സ്വരം ശക്തി വീട്ടിൽ വെച്ചിട്ട് വന്നതാ അല്ലേ? അപ്പോൾ
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതായതുകൊണ്ട് ഈ സ്വരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പോൾ ആ സ്വരത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? മറ്റൊരു വചനം പറയുന്നുണ്ട്, യെശയ്യാ 61. യെശയ്യാ പ്രവചനം 61 അധ്യായം. യെശയ്യാ പ്രവചനം 61 അധ്യായം. യെശയ്യാ പ്രവചനം 66 അധ്യായം. യെശയ്യാ 66:2. യെശയ്യാ 66:2 വായിക്കാമോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഒന്നുകൂടെ കേട്ടെ. ആത്മാവിൽ എന്തൊക്കെ ഉണ്ടാവണം? എളിമയുണ്ടാവണം, അനുതാപം ഉണ്ടാവണം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അപ്പം എന്തൊക്കെ ഉണ്ടാവണം? വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ എന്തൊക്കെ ഉണ്ടാവണം? എളിമയുണ്ടാവണം, അനുതാപം ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മളെ കടാക്ഷിക്കുന്നത്. എളിമയുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എളിമയുണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കാവോ? ആത്മാവിൽ എളിമയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് ഒരു വചനം കേൾക്കുകയാണ്. ഇപ്പം ഞാനൊരു വചനം വായിച്ചു, എന്താണ്? കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു വചനം ഞാൻ പറയുമ്പോൾ നിങ്ങളിത് വായിച്ചിട്ടുള്ള വചനമാണിതോ നേരത്തെ? ഇല്ല, അല്ലേ? ഇനി ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, എന്താണ്? മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും. കേട്ടിട്ടുള്ളായിരുന്നോ? അല്ലേ? ഈ കേട്ടിട്ടുള്ളവർക്കൊരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? ഇത് കേട്ടിട്ടുള്ളതാണെന്ന് അവരപ്പം ചിന്തിക്കും. ഇത് നമ്മൾ കേട്ടിട്ട് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള, ഇത് എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ ഈ വചനം പുതിയതായി നമ്മുടെ അടുത്തേക്ക് വരുന്നതിനെ നമ്മൾ തടയുകയാണ്. നമ്മളറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അതായത് ബൈബിളിലെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ, കേട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ ഇത് കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇതെനിക്ക് അറിയാവുന്നതാണല്ലോ, ഇത് അച്ഛൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ നമ്മൾ അറിയാതെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ വചനത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, ഇതെനിക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അതാണ് ഹെബ്രായർ 12:25 പറയും, സംസാരിച്ചു കൊണ്ടിരിക്കുക. എടുത്തു വായിച്ചോ, ഹെബ്രായർ 12:25. ഹെബ്രായർ 12:25. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, സംസാരിച്ചോ? ആരാ സംസാരിക്കുന്നേ? ഞാനല്ല, ദൈവം. നമ്മൾ പള്ളിയിൽ വികാരിച്ചൻ പ്രസംഗം പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ആര് നമ്മളോട് ദൈവസ്വരം സംസാരിച്ചാലും അവിടെ സംസാരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ ഇതെനിക്ക് അറിയാവുന്നതാണെന്ന് അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന, ഞാൻ ഇത്ര തവണ ഇത് വായിച്ചിട്ടുള്ളതാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭൂമിയിൽ നിങ്ങൾക്ക് വായിച്ചേ ബാക്കി, ഭൂമിയിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മുന്നറിയിപ്പ് രക്ഷപ്പെടുക എത്രയോ പ്രയാസമാണ്. അതായത് ദൈവം സംസാരിക്കുമ്പോൾ അത് നിരസിച്ചാൽ അവിടെ ആത്മാവിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എളിമയുണ്ടാവണമെന്ന് പറഞ്ഞാൽ ദൈവം എന്ത് സംസാരിച്ചാലും കർത്താവ് എന്നോട് ഇപ്പോൾ പുതിയതായി സംസാരിക്കുകയാണ്. അത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടല്ല. ഇതെന്നോട് ഇപ്പോൾ ദൈവം സംസാരിക്കുകയാണ്. ഇതാണ് എളിമ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ദൈവം സംസാരിക്കുന്ന സമയത്ത് അറിവുള്ളവരെ പോലെ ഇരിക്കരുത്. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? അറിവുള്ളവരെ പോലെ, ഇത് അറിയാവുന്നവരെ പോലെ ഭാവിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഇങ്ങനെ ഹൃദയം തുറന്നിരിക്കണം, ഇപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ദൈവം എനിക്ക് അറിയാവുന്ന വചനങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്, എനിക്കറിയാത്ത വചനങ്ങളിലൂടെ ചിലപ്പോൾ സംസാരിക്കാം. ഞാൻ നേരത്തെ ഒത്തിരി കേട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെയാവും ദൈവം സംസാരിക്കുന്നത്.
പക്ഷേ നമുക്ക് കർത്താവ് സംസാരിക്കുമ്പോൾ ആ തുറവിയോട്, അതാണ് എളിമയോടുകൂടി ഇരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആത്മാവിൽ എളിമയും പിന്നെന്തുണ്ടാവണം? അനുതാപവും. അതാണ് രണ്ടാമത്തേത്. അനുതാപം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഈ വചനം സംസാരിക്കുന്നത് ദൈവം എന്നെ, എന്തിനാ ദൈവത്തിൻ്റെ വചനം കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഓരോ വചനം സംസാരിക്കുമ്പോഴും അത് എന്നോട് സംസാരിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കൊരു വചനം വായിക്കാം. തിമോത്തിക്ക്, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം, 2 തിമോത്തി 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 2 തിമോത്തി 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. നാളെ വരുമ്പോൾ ബൈബിൾ, നോട്ട്ബുക്ക്, പേന ഇതില്ലാതെ വരരുത്. വരികയാണെങ്കിൽ പുറകിലങ്ങാണ് ഇരിക്കണം. ഇല്ലാതാണ് വരുന്നതെങ്കിൽ എവിടെ ഇരിക്കണം? മനസ്സിലായോ? അതെന്തെന്ന് വെച്ചാൽ ഈ നല്ല താല്പര്യമുള്ളവരെ കണ്ടാൽ നല്ലപോലെ വരും ഇത്. അങ്ങനെയാ അത്. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ വന്ന് മുമ്പേ ഇരുന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും വരുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബൈബിളൊക്കെ ഇല്ലാതാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല, വന്നോ നാളെ. ആ സ്ക്രീനിൻ്റെ പുറയിലെങ്ങാനും അല്ലെ ആ ബോക്സിൻ്റെ പുറയിലെങ്ങാനും മറിഞ്ഞ് ഒളിച്ചൊക്കെ അവിടെ ഇരുന്നിട്ട് വേണോ ഫ്രണ്ട് ഇരുന്നാൽ നിങ്ങളൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവനാണെന്ന് എനിക്ക് തോന്നും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ബൈബിൾ എല്ലാവർക്കും ബാധകമാണ് കേട്ടോ, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും എല്ലാം ബാധകമാണ് ഇത് കേട്ടോ. ബൈബിളുമായിട്ട് വരണം. ഓക്കെ. അപ്പോൾ എന്നിട്ട് ബൈബിൾ, നോട്ട്ബുക്ക്, പേന എഴുതണം. ഒരു കേട്ടിട്ടുള്ളതാണേലും അറിയാവുന്നതാണേലും എല്ലാം അത് അത് കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനമാണത്. അപ്പോൾ നമ്മളത് വായിക്കണം. അപ്പോൾ ബൈബിൾ കൊണ്ടുവന്ന സിസ്റ്റർ വായിക്കും. എന്താണ്? 2 തിമോത്തി 3-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. എന്നൊക്കെ പറഞ്ഞേ, വിശുദ്ധ ലിഖിതമെല്ലാം. അതായത് ഉൽപ്പത്തി 1:1 മുതൽ വെളിപാട് 22-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെ ബൈബിളിലെ രചനകൾ മുഴുവൻ, ലിഖിതങ്ങൾ മുഴുവൻ എന്താണ്? അവർക്ക് പറയാമോ? ദൈവനിവേശിതമാണ്. ദൈവനിവേശിതം. അതിന് ശരിക്കും കൃത്യമായ ട്രാൻസ്ലേഷൻ ദൈവ ശ്വാസിതം എന്നാണ്. ദൈവ നിശ്വാസിതം, ഗോഡ് ബ്രത്ത്ഡ്, ദൈവത്തിൻ്റെ നിശ്വാസം വീണത് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ നിശ്വാസം പതിഞ്ഞത്, അതാണ് ബൈബിൾ. അതുകൊണ്ടാണ് വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര കൃപയില്ലാത്തവർ കൃത്യമായി തുടർച്ചയായി വചനം വായിച്ചാലും ദൈവവചന വായനയിലൂടെ അവർക്ക് അഭിഷേകം ഉണ്ടാവും. അതിൻ്റെ കാരണം ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വചനത്തിൽ ശക്തമായിട്ട് കിടപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് വിശുദ്ധ ലിഖിതമെല്ലാം എന്താണ് പറയാവോ? വെരി ഗുഡ്, ദൈവനിവേശിതമാണ്. അതെന്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധ ലിഖിതമെല്ലാം നൽകിയിട്ടുള്ളത്? വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനം 1, ശാസനം 2, തെറ്റുതിരുത്തലിന് 3, നീതിയിലുള്ള പരിശീലനത്തിന് 4. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വചനം തരുന്നത്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? പ്രബോധനം, അതായത് ഒരു വചനത്തിൽ ഒന്നാമത് എന്തുണ്ട്? അതൊരു ടീച്ചിങ് ഉണ്ട്. അതിനകത്ത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നൽകപ്പെടുന്നുണ്ട്. 1 പ്രബോധനം, 2 ശാസനം, അതിനകത്തൊരു ശാസനമുണ്ട്. മനസ്സിലായോ? ശരിയെന്ന് നീ വിചാരിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അതൊരു ശാസനയാണ്, അല്ലേ? മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലാൽ പാപം ചെയ്യരുത്. അതെന്താണ്? അതൊരു ശാസനയാണ്, അല്ലേ? തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ കിട്ടും. അപ്പോൾ തെറ്റ് മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവത്തില്ല എന്ന് പറയുന്നത് ഒരു ശാസനയാണ്. അപ്പം ഇങ്ങനെ ബൈബിളിലെ വചനങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട് അതിനകത്തൊരു പ്രബോധനമുണ്ട്. രണ്ടാമതായി അതിനകത്ത് ഒരു ശാസനമുണ്ട്, ഒരു ശാസനയുണ്ട്. മൂന്നാമതായിട്ട് തിരുത്താൻ ഒരു ആഹ്വാനമുണ്ട്. തിരുത്താൻ ഒരു ആഹ്വാനമുണ്ട്. അതിനകത്ത് നമ്മുടെ ജീവിത രീതികളിൽ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. നാലാമത്തേത് നീതിയിലുള്ള പരിശീലനത്തിന്. അത് വലിയൊരു വിഷയമാണത്. അതായത് നീതീകരിക്കപ്പെട്ട ഒരാത്മാവ് ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നു വരുന്നതിന് വിശുദ്ധ ലിഖിതങ്ങൾ സഹായിക്കും. അപ്പം അതുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്ന സമയത്ത് അനുതാപം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ, കേൾക്കാവോ? അനുതാപം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ
എൻ്റെ കർത്താവെ നീ സംസാരിക്കുമ്പോൾ ഇത് എന്നോട് എൻ്റെ ജീവിതത്തിൽ പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, നീതിയിലുള്ള പരിശീലനത്തിന് എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ കഴിയണം. വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല. ഇത് എന്നോട് കർത്താവ് ഇപ്പോൾ സംസാരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഈ വചനം എന്നൊരാൾ അംഗീകരിക്കുന്നതിൻ്റെ പേരാണ് അനുതാപം. അപ്പോൾ അതാണ് പറയുന്നത്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഒന്നേറ്റ് പറയാം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പ്രഭാഷകൻ 3-ാം അധ്യായം 18-ാം തിരുവചനം. പ്രഭാഷകൻ 3:18. ഉറക്കെ വായിച്ചോ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവണം എന്ന് പറഞ്ഞേ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവണം, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കണ്ടോ, നീ എത്രമാത്രം ഉന്നതനാണോ അത്രത്തോളം നീ എന്താവണം? വിനീതനാവണം. അപ്പോൾ എന്ത് സംഭവിക്കും? നീ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകും എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1 പത്രോസ് 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചോ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കണം, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയണം. എന്താണ്? ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പറയാവോ? ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പറയാവോ? ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. യാക്കോബ് 1:21. എല്ലാവരും എടുത്തിട്ട് യാക്കോബ് 1:21 വായിക്കാമോ? ആകയാൽ എന്താണ്? ഒന്നും കേട്ടില്ല. എല്ലാ അശുദ്ധിയോ? എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച്, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ എങ്ങനെ സ്വീകരിക്കണം? വിനയത്തോടെ സ്വീകരിക്കണം. അപ്പോൾ വചനം സ്വീകരിക്കാൻ വരുമ്പോൾ ആദ്യത്തെ ഡിമാൻഡ് ബൈബിൾ വെക്കുന്നത് എളിമയോടെ എൻ്റെ കർത്താവേ എന്നോട് സംസാരിക്കണേ. എളിമയോടെ. ആരങ്ങനെ ആഗ്രഹിച്ചാലും അവരോട് ദൈവം സംസാരിക്കും. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. ദൈവം വ്യക്തിപരമായി സംസാരിക്കും. നമ്മൾ ബൈബിളിലെ ദൈവം, ബൈബിൾ വിളിക്കുന്നത് ജീവനുള്ള ദൈവം എന്നാണ്. ജീവനുള്ള ദൈവം ആസ് എഗൻസ്റ്റ് ജീവനില്ലാത്ത ദൈവം. ജീവനില്ലാത്ത ദൈവങ്ങളുടെ നടുവിൽ ബൈബിൾ ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്നു. ആ ദൈവം ഏത് ദൈവമാണ്? ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത, ആ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത്, നമ്മൾ കർത്താവേ അവിടുന്ന് എന്നോട് സംസാരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു മുൻവിധിയുമില്ലാതെ, എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ രൂപപ്പെടുത്തിയ ഒരു ധാരണകളുമില്ലാതെ ഞാനിതാ എൻ്റെ ദൈവമേ തുറവിയോടെ നിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? യെസ് ഓർ നോ? 17 പേരുടെ യേസിൽ ഞാൻ മുന്നോട്ട് പോവാണ്. അങ്ങനെയൊന്നും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവേ എന്നോട് നീ സംസാരിക്കണേ, ഞാനിതാ തയ്യാറായിട്ടുണ്ട്. എൻ്റെ മുൻധാരണകളെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ ദൈവമേ നീ എന്നോട് സംസാരിക്കുമ്പോൾ ഞാനിതാ ഹൃദയം തുറക്കുകയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും എൻ്റെ വചനം കേൾക്കുമ്പോൾ. അപ്പോൾ ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ആകയാൽ എല്ലാ അശുദ്ധിയും. വായിക്കാം 1:21. യാക്കോബ് 1:21. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ എങ്ങനെ സ്വീകരിക്കണം?
വിനയത്തോടെ സ്വീകരിക്കണം. എൻ്റെ കർത്താവേ, വിനയത്തോടെ വചനം സ്വീകരിക്കാൻ കർത്താവേ എന്നെ സഹായിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ആരുടെ കൂടാണ് ദൈവം വസിക്കുന്നതെന്നറിയാമോ? കർത്താവ് ആരുടെ കൂടാണ് വസിക്കുന്നത്? കർത്താവ് വസിക്കുന്നത് എളിമയുള്ളവരുടെ കൂടെയാണ്. നമുക്ക് വായിക്കാം 57-ാം അധ്യായം, യെശയ്യാ പ്രവചനം 57-ാം അധ്യായം, യെശയ്യാ 57, യെശയ്യാ 57:15, യെശയ്യാ 57:15. എല്ലാവരും എടുത്തിട്ട് വായിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ ബൈബിള് കൊണ്ടുവന്ന 19 പേര് എടുത്തിട്ട് വായിച്ചേ. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികരുടെ ഹൃദയത്തെയും വിനയമുള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. ആരുടെ കൂടെ? അനുതാപികരുടെ ഹൃദയത്തെയും വിനയമുള്ളവരുടെ ആത്മാവിനെ. പറയാവോ? അനുതാപികരുടെ ഹൃദയത്തെയും വിനയമുള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. ആരുടെ കൂടെ? അനുതാപമുള്ളവരുടെ കൂടെയും. അപ്പം അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അതാര് പറഞ്ഞാലും, ഒരു പാവപ്പെട്ട മനുഷ്യൻ നിന്ന് പറഞ്ഞാലും ദൈവം സംസാരിക്കുമ്പോൾ അത് നമ്മുടെ അകത്തേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, നമുക്ക് നല്ല എളിമ വേണം. നമുക്ക് അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. കർത്താവെ എന്നോട് സംസാരിക്കണേ. ബൈബിളിലെ വാക്യങ്ങൾ എനിക്ക് അറിയാമായിരിക്കും, കാണാതെ അറിയായിരിക്കും. പക്ഷെ കർത്താവെ അതിലൂടെ എന്നോട് നീ സംസാരിക്കണേ, ഇപ്പം സംസാരിക്കണേ. കർത്താവ് എൻ്റെ ജീവിതത്തിന് വേണ്ട ദിശാബോധം കർത്താവ് ഈ വചനത്തിലൂടെ തരണേ. എത്രയോ നാളുകളായിട്ട് ഒരുങ്ങി നടത്തുന്നൊരു കൺവെൻഷനാണ്. കർത്താവ് ഈ കൺവെൻഷനിൽ എൻ്റെ ദൈവം എന്നോട് നേരിട്ട് ഇടപെടണേ, എന്നോട് സംസാരിക്കണേ. പ്രിയ മകനെ, മകളെ, ഈ ഒരു ദാഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങാം. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടാവണം. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദ്യത്തെ വചനം വായിക്കാം. വളരെ ഗൗരവത്തോടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 2:42. എന്നോട് ഉറക്കെ വായിക്കാം. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. അപ്പോൾ ആദിമസഭയുടെ 4 തൂണുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സഭ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചത്, ആ അപ്പസ്തോലികമായ സഭ അതിൻ്റെ തൂണുകൾ, ഒരു 4 തൂണുകൾ ഉറപ്പിക്കപ്പെട്ടത് ഇവിടെ പറയുകയാണ്. ഏതാണത്? ഒന്ന്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പസ്തോലിക് ടീച്ചിങ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് കൂട്ടായ്മ. മൂന്നാമത്തേത് അപ്പം മുറിക്കൽ. നാലാമത്തേത് പ്രാർത്ഥന. ഒരു സഭയെ സഭയാക്കി മാറ്റിയത്, ആദിമസഭ തങ്ങളുടെ തനിമ കണ്ടെത്തിയത്, തങ്ങളുടെ ഐഡന്റിറ്റിയെ നിർവചിച്ചത്, തങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ 4 അടിത്തറകളിലാണ്. അവർ അവിടെ ജീവിതം, ഒരു സഭാ ജീവിതത്തിൻ്റെ ആ സത്ത അവർ മനസ്സിലാക്കിയത് ഈ 4 കാര്യങ്ങളിലാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പസ്തോലിക് ടീച്ചിങ്. എന്താണ് അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത്? സത്യസന്ധമായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിക്കുക. അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത് നമ്മൾ ഗൗരവമായിട്ട് പഠിച്ചിട്ടുണ്ടോ? അപ്പസ്തോലന്മാരുടെ ആരാ അപ്പസ്തോലന്മാർ? പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹന്നാൻ, യൂദ, ഇവർ പറഞ്ഞ ഈ അപ്പസ്തോലികമായ പ്രബോധനം ഇത് പഠിച്ചിട്ടുണ്ടോ? ഇവരെന്താ പറഞ്ഞേ? അപ്പം അത് പഠിക്കണം. നമുക്കൊരു 4 ദിവസം കൊണ്ട് ഇത് മുഴുവൻ പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 4 ദിവസം കൊണ്ട് എന്തെല്ലാം പഠിപ്പിക്കാമോ അത് ഞാൻ പഠിപ്പിക്കും. 4 ദിവസം കൊണ്ട് അപ്പസ്തോലന്മാരുടെ പ്രബോധനം. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ പ്രബോധനം പഠിക്കണം, അത് അറിയണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് അതിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു വ്യത്യാസം മനസ്സിലാക്കാനുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ അറിവ്, ദൈവം നമുക്ക് തരുന്ന ഏതറിവ് ആവട്ടെ, ആ അറിവ് പ്രവേശിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലേക്കല്ല, നമ്മുടെ ആത്മാവിലേക്കാണ്. ഒന്നുകൂടെ ഞാൻ പറയാം.
അതായത് ബുദ്ധിയിലല്ല ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കയറുന്നത്, ബുദ്ധിയിലല്ല. അത് കയറുന്നത് ഒരാളുടെ ആത്മാവിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം എന്നറിയാമോ? ആത്മാവ് തുറക്കപ്പെട്ടാലേ ഒരു മനുഷ്യന് കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുളും നിറവും പ്രാധാന്യവും മനസ്സിലാവത്തുള്ളൂ. ഒരാളുടെ ആത്മാവ് ഇല്ലെങ്കിൽ എന്നറിയോ, 2 പേജ് വായിക്കുമ്പോൾ നമ്മൾ ബൈബിൾ അടച്ചിട്ട് ബൈബിളിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങും. വായിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് പേജുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ അത് കീറാൻ നടക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കിത് ദഹിക്കത്തില്ല ഈ സാധനം, ഇത് എന്താ ഇത് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളുടെ ആത്മാവ് തുറക്കപ്പെട്ടാൽ, ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണക്കാരായ മനുഷ്യർ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പേരെഴുതി ഒപ്പിടാനൊക്കെ അറിയത്തുള്ളൂ, അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ഒന്ന് പറയാൻ തുടങ്ങുമ്പോൾ 2 കണ്ണും നിറഞ്ഞൊഴുകാൻ തുടങ്ങും, കണ്ണിങ്ങനെ ജ്വലിച്ചു നിൽക്കും. നമുക്ക് അവരെ കാണുമ്പോൾ അറിയാം അവരുടെ അകത്ത് ഇത് കയറുന്നുണ്ട്. എന്നാൽ ഭയങ്കര ബുദ്ധിയുള്ള ചില ആളുകൾ അവരിങ്ങനെ വാച്ചിലൊക്കെ നോക്കി കൂട്ടുവായൊക്കെ വിട്ട് തലയൊക്കെ ചൊറിഞ്ഞ് ഈ പ്രാന്തൻ എന്താ നിർത്താത്തതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ആത്മാവ് തുറക്കപ്പെടണം എൻ്റെ സഹോദരങ്ങളെ, ആത്മാവ്. അതുകൊണ്ട് ഞാനൊരു വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അതാണ് 1 അറിവ്, 2 വെളിപാട്. ഇൻഫർമേഷൻ, റെവലേഷൻ, അങ്ങനെ 2 കാര്യമുണ്ട്. അറിവല്ല നമുക്ക് വേണ്ടത്, പിന്നെന്താ വേണ്ടേ? വെളിപാടാണ് വേണ്ടത്. ആ വാക്കെന്ന് പറയാമോ? എന്താ വാക്ക്? വെളിപാട്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു വെളിപാട് തുറക്കപ്പെടണം. എൻ്റെ ഈ ജീവിതം മുഴുവൻ കർത്താവ് എൻ്റെ ജന്മാഭിലാഷം അതാണ്. എന്താണ്? കർത്താവേ, ദൈവമേ, എല്ലാവരുടെയും ഹൃദയം തുറന്നിട്ട് ഇങ്ങനെ ആർത്തിയോടെ വചനം വായിക്കാൻ പറ്റുന്ന ഒരു വെളിപാട് തുറക്കപ്പെടണം എല്ലാവർക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയായി നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം പെട്ടെന്ന് അങ്ങോട്ട് മാറും. പള്ളികളിലൊന്നും പിന്നെ അടിയൊന്നും ഉണ്ടാവത്തില്ല. കാരണം വെളിപാട് കിട്ടിയ ആളുകൾക്ക് സംഭവം പിടികിട്ടും. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടും അവൻ സ്വർഗം. ആരാ സ്വർഗം നേടുന്നത്? സ്നേഹമോടെ എന്നെ കൈക്കൊള്ളുന്നവൻ. സ്നേഹമില്ലാതെ അടിയുണ്ടാക്കി കൈക്കൊള്ളുന്നവൻ സ്വർഗത്തിൽ പോവോ? ഇത് വെളിപാടുള്ളവനെ മനസ്സിലാവത്തുള്ളൂ. അവൻ വിചാരിക്കുക അടി ഉണ്ടാക്കി കുർബാന ചൊല്ലിയാലാണ് സ്വർഗത്തിൽ പോകുന്നതെന്നാണ് മറ്റവൻ വിചാരിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് വെളിപാട്. സഭ അറിവുള്ളവരുടെ കൂട്ടായ്മ അല്ല, അങ്ങനെ ആവരുത്. സഭ വെളിപാടുള്ളവരുടെ കൂട്ടായ്മ. വെളിപാട്. ദൈവം സംസാരിച്ച അപ്പം മനസ്സിലാവണം. ദൈവവചനം, ഒരു വാക്യം കർത്താവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെ പള്ളി വായിക്കുന്ന കേൾക്കുമ്പോൾ ജ്വലിക്കണം ഹൃദയം. പറഞ്ഞേ ഹല്ലേലൂയാ. കുർബാനയിലെ പാട്ടുകള്, കുർബാനയിലെ പ്രാർത്ഥനകള് ഈണത്തിൻ്റെയും താളത്തിൻ്റെയും രുചിയുടെ പേരിലല്ല നമ്മൾ പാടേണ്ടത്. അത് കേൾക്കുമ്പോൾ ആത്മാവിൽ തുറക്കപ്പെടുന്ന ഒരു ചലനമാണ് കുർബാനയെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. വർഷങ്ങളായിട്ട് ഇങ്ങനെ പാടിയും പ്രാർത്ഥിച്ചും പാട്ടൊക്കെ കേട്ടുമൊക്കെ ഒരു രക്തബന്ധം കുർബാനയിലെ പ്രാർത്ഥനകൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അത് കേൾക്കുമ്പോഴൊക്കെ പാട്ടാണല്ലോ, അതെല്ലാം ഉണ്ടാവണ്ടേ. അത് ഈ ഭൂമിയിൽ നിന്ന് വരുന്ന സാധനമാണ്. എന്നാൽ ഒരു കാര്യം, ഒരു പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലുമ്പോൾ ജീവൻ നൽകും ദൈവികമാം ശുദ്ധി എഴുന്ന രഹസ്യങ്ങൾ അഖിലർക്കും നാഥൻ വരനിര. മനസ്സിലായോ? അതിങ്ങനെ അകത്തൊരു സംഭവം വരണം. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു എന്ന്, സർവാധിപൻ എന്ന് അത് കേൾക്കുമ്പോൾ അകത്ത് ചില സംഭവങ്ങൾ ഇങ്ങനെ ചലിക്കണം. ബുദ്ധിയിലല്ലിത്. അപ്പൊ വെച്ചാല് അങ്ങനെ ഈ വെളിപാട്. അപ്പൊ ഈ വ്യത്യാസം ഏതാണ് വാക്ക്? ഒന്ന് അറിവ്, 2 ഏതാണ്? വെളിപാട്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചു പോവാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. മത്തായി 11:25. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക്, ആ വാക്ക് എനിക്ക് വേണം. ഏത് വാക്കാത്? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി.
റിവീൽഡ്, നോട്ട് ഇൻഫോംഡ്, നോട്ട് ടോട്ട്. പറഞ്ഞതല്ല, പഠിപ്പിച്ചതല്ല, വെളിപ്പെടുത്തി. അതാ സംഭവിക്കണ്ടേ. ഒരാളുടെ ആത്മാവില് ഈ വെളിപാട് തുറക്കപ്പെടണം. അതാണ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാമോ? സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചില ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവനോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പറഞ്ഞു ഹല്ലേലൂയ. അതായത് എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ലൊക്കേഷൻ പറ. ലൊക്കേഷൻ കേസറിയ ഫിലിപ്പി. എന്നെ നോക്കാവോ? കാണാവോ? ആ, ഇങ്ങോട്ട് നോക്കിയാലും മതി. അതായത് എന്നെ നോക്കിക്കോണം. കർത്താവ് വിശ്വസിക്കുക, ഈ യാത്ര ആരംഭിക്കുന്നത് ഗലീലിയിൽ നിന്നാണ്. എവിടെ? ഗലീലി. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കാണുന്നുണ്ടോ എന്നെ? ഞാനിങ്ങനെ നേരെയല്ല കൈ പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ വന്ന് കണ്ടോ? ഈ ടോപ്പിലെത്തുമ്പോൾ ആ സ്ഥലത്തിന്റെ പേരാണ് കേസറിയ ഫിലിപ്പി. അവിടുന്ന് താഴോട്ട് ഇറങ്ങുന്നതാണ് ജെറുസലേം. അങ്ങനെയാണ് ഈ യാത്ര. അതിനാണ് ജിയോഗ്രഫി. അങ്ങനെയാണ്, മനസ്സിലായോ? ഗലീലിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് വന്ന് ഈശോയുടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈശോ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ജിയോഗ്രഫി ഇങ്ങനെയാണ്. ഇങ്ങനെ വന്ന് ഏറ്റവും ടോപ്പ് സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലത്തിന്റെ പേരാണ് കേസറിയ ഫിലിപ്പി. ഇനി എന്നെ ശ്രദ്ധിച്ചോണം, ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. റോമാ സാമ്രാജ്യം ആരംഭിച്ചത് ജൂലിയസ് സീസർ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹം ഒരു മാർച്ച് 14-ന് ആരൊക്കെയാണ്? കാഷ്യസും ബ്രൂട്ടസും ചേർന്ന് ആരെ കൊന്നു? ജൂലിയസ് സീസറിനെ കൊന്നു. ജൂലിയസ് സീസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ജൂലിയസ് സീസറിന്റെ വളർത്തു മകനായിരുന്നു ഒക്ടേവിയൻ. ആ ഒക്ടേവിയന് നിങ്ങൾക്ക് ബൈബിളിൽ അറിയാവുന്ന ഒരു പേരുണ്ട്, അതാണ് അഗസ്റ്റസ് സീസർ. കേട്ടിട്ടുണ്ടോ? അത് അഗസ്റ്റസ് സീസർ. അതാരാണ്? ജൂലിയസ് സീസറിന്റെ വളർത്തുമകനും കിരീടാവകാശിയും. അപ്പോ അഗസ്റ്റസ് സീസർ രാജാവായി. അഗസ്റ്റസ് സീസർ രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ അപ്പനായ ജൂലിയസ് സീസർ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പൻ ദൈവം, പിതാവായ ദൈവം. ആര്? ജൂലിയസ് സീസർ പിതാവായ ദൈവമാണെങ്കിൽ അഗസ്റ്റസ് സീസർ ആരാ? പുത്രനായ ദൈവം, സൺ ഓഫ് ഗോഡ്. അഗസ്റ്റസ് സീസർ പ്രഖ്യാപിച്ചു, ഞാൻ ആരാണ്? പുത്രനായ ദൈവം. ഐ ആം ദ സൺ ഓഫ് ഗോഡ്. അയാൾ പറഞ്ഞു, റോമിൽ പാക്സ് റൊമാന, റോമൻ പീസ്, റോമിൽ സമാധാനം കൊണ്ടുവന്ന ഞാൻ. അയാൾ പിന്നെ പ്രഖ്യാപിച്ചു, ഞാൻ റോമിൽ സമാധാനം കൊണ്ടുവന്ന ഞാൻ, സമാധാനത്തിന്റെ രാജാവ്. അയാൾ പിന്നെ പ്രഖ്യാപിച്ചു, അതുകൊണ്ട് റോമിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവന്ന എന്റെ പിറന്നാളാണ് സദ്വാർത്ത, സുവിശേഷം. കേൾക്കുന്നുണ്ടോ? ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. ഡ്യൂപ്ലിക്കേറ്റ് പിതാവ്, ഡ്യൂപ്ലിക്കേറ്റ് പുത്രൻ, ഡ്യൂപ്ലിക്കേറ്റ് സമാധാന രാജാവ്, ഡ്യൂപ്ലിക്കേറ്റ് സദ്വാർത്ത. കേൾക്കുന്നുണ്ടോ? ഹലോ. ഈ ജൂലിയസ് സീസറിന്റെ പ്രധാന ഉപദേശകനായിരുന്നു അന്തിപ്പാറ്റർ എന്ന് പറയുന്ന ഒരാള്. അയാളുടെ മകനാണ് മഹാനായ ഹെറോദേസ്. മഹാൻ എന്നാണ് അങ്ങനെ വിളിക്കുന്നത്. മഹാനൊന്നുമല്ല, സ്വന്തം ഭാര്യയും 3 ആമക്കളെയും കൊന്നുകളഞ്ഞ ആളാണ്. അപ്പോ ഈ മഹാനായ ഹെറോദേസ് രാജാവായി കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാല്, അഗസ്റ്റസ് സീസറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രനായ അഗസ്റ്റസ് സീസറിന്റെ പേരില് 3 നഗരങ്ങൾ മാറ്റിയിട്ടു. 3 നഗരങ്ങൾ. ഒരു നഗരത്തിന്റെ പേരാണ് കേസറിയ. കേട്ടിട്ടുണ്ടോ? പൗലോസ് കേസറിയയിലേക്ക് പോയി. കേസറിയയിലെ ജയിലിൽ പൗലോസ് 2 കൊല്ലം കിടന്നു. പത്രോസ് കേസറിയയിലെത്തി. കേട്ടിട്ടുണ്ടോ? കേസറിയ, അതാണ് നമ്മൾ പഴയ സമറിയ. അതിന്റെ പേര് മാറ്റി എന്താക്കി? കേസറിയ എന്നാക്കി. രണ്ടാമത്തേത് അഗസ്റ്റസ് സീസർ, ദൈവപുത്രനായ അഗസ്റ്റസ് സീസറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം
ഉണ്ടാക്കിയ രണ്ടാമത്തെ നഗരമാണ് കേസറിയ ഫിലിപ്പി. കേസറിയ എന്ന് പറഞ്ഞാൽ സീസറിൻ്റെതാണ്, സെസേറിയ സീസറിൻ്റേത് എന്നർത്ഥം, സീസറിന്റെ ഫിലിപ്പി. മൂന്നാമത്തേത് സെസേറിയ, കേസറിയ മാരിടൈം, വേറൊരു പട്ടണം. പോട്ടെ. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ്. കേസറിയ ഫിലിപ്പി, ഹെറോദേസ് രാജാവ് ദൈവപുത്രൻ എന്ന് സ്വയം അവകാശവാദം ഉന്നയിച്ച അഗസ്റ്റസ് സീസറിനെ ദൈവപുത്രനായി ബഹുമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നഗരത്തിന്റെ പേരാണ് കേസറിയ ഫിലിപ്പി. അവിടെ അഗസ്റ്റസ് സീസറിന്റെ പേരിൽ ഒരു ടെമ്പിൾ, ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഈ കേസറിയ ഫിലിപ്പി. കേൾക്കുന്നുണ്ടോ? ഈ കേസറിയ ഫിലിപ്പി പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് കേസറിയ ഫിലിപ്പി പോകണമെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് അറിയില്ല. ആ സ്ഥലത്തിന്റെ പേര് ഇന്ന് ബാനിയാസ് എന്നാണ്. ബാനിയാസ് എന്ന് പറയുന്ന പേരുണ്ടായത് പാനിയാസ് എന്ന പേരിൽ നിന്നാണ്. പാനിയാസ് എന്ന പേരുണ്ടായത് പാൻ എന്ന് പറയുന്ന ഒരു ദേവന്റെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. എവിടെ? കേസറിയ ഫിലിപ്പിയിൽ. ഇപ്പൊ ആരുടെയൊക്കെ ക്ഷേത്രമുണ്ട് കേസറിയ ഫിലിപ്പിയിൽ? പറ. അഗസ്റ്റസ് സീസറിന്റെ ക്ഷേത്രമുണ്ട്, പാനിന്റെ ക്ഷേത്രമുണ്ട്. പാൻ മറ്റേ ഈ സാധനം വറക്കുന്ന പാനല്ല. പാൻ ഒരു ദേവനാണ്. പാൻ ആടിന്റെ പകുതി മനുഷ്യന്റെ പകുതി ഉള്ള ദേവനാണ്. ആര്? പാൻ. പാനിന്റെ ക്ഷേത്രം ഒരു വശത്ത്, അഗസ്റ്റസ് സീസറിന്റെ ക്ഷേത്രം മറുവശത്ത്. അങ്ങനെ സ്വയം ദൈവപുത്രൻ എന്ന് അവകാശപ്പെട്ട അഗസ്റ്റസ് സീസറിന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ ശിഷ്യന്മാരെ കൊണ്ട് നിർത്തിയിട്ടാണ് ഈശോ ചോദിക്കുന്നത്, ഞാനാരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ജെറമിയ, ഏലിയ, അങ്ങനെ പ്രവാചകന്മാരിൽ ഒരുവൻ. അപ്പൊ ഈശോയുടെ അടുത്ത ചോദ്യം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു. ഇപ്പോഴാണ് അർത്ഥം മനസ്സിലാവുന്നത് അല്ലേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ, പറയിൽ ആരുടെ അമ്പലമാ? ജീവനില്ലാത്ത ചത്തുപോയ ദൈവത്തിന്റെ പുത്രന്റെ അമ്പലം. മനസ്സിലാവുന്നോ? അപ്പൊ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവനുള്ള ദൈവത്തിന്റെ. 2000 വർഷം ഇപ്പുറത്ത് നിന്നിട്ട് 2000 വർഷത്തേക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പത്രോസ്ലിഹായെ കൊള്ളാം, അപ്രീഷിയേറ്റ് എന്ന് പറയാൻ എളുപ്പമുണ്ട്. കാരണം കൊള്ളാം, നീ അങ്ങനെ പറഞ്ഞല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈശോയുടെ ശിഷ്യന്മാരുടെ പ്രായം 25-നും 35-നും ഇടയ്ക്ക്. ഈശോയുടെ പ്രായം 30. അപ്പോൾ തൻ്റെ സമപ്രായക്കാരനായ ഒരു യഹൂദ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ നോക്കി പത്രോസ് പറയാണ്, നീ ദൈവമാണെന്ന്. മനസ്സിലായോ? ഇപ്പൊ സിസ്റ്റർ അപ്പുറത്തിരിക്കുന്ന സിസ്റ്ററിനെ നോക്കിയിട്ട് പറയാണ്, സിസ്റ്റർ ദൈവമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറയില്ല, 2 പറഞ്ഞാൽ സിസ്റ്റർ നാളെ കൺവെൻഷന് വരുത്തില്ല, വേറെ സ്ഥലത്തായിരിക്കും. ശരിയല്ലേ പറയുന്നേ? അതായത് സമപ്രായക്കാരനായ തൻ്റെ മതത്തിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി പീറ്റർ പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ ഈശോ പറയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല, മനുഷ്യന്റെ ബുദ്ധിയല്ല, മനുഷ്യന്റെ അറിവല്ല, പഠിച്ചറിഞ്ഞതല്ല, വായിച്ചറിഞ്ഞതല്ല, ഇത് വെളിപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വെളിപ്പെടുത്തിയതാണ്. ആര് വെളിപ്പെടുത്തി? സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി. ഒന്നോടൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ട് എന്താണ്? യേശു ഏകരക്ഷകൻ. ഞാൻ യൂത്തിന് ധ്യാനം നടത്തുമ്പോൾ 25 തിയറികൾ അവരോട് പറയും. 25 തിയറികൾ. എന്നിട്ട് ഞാൻ അവരോട് പറയും, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇന്ന് ലോകം ശരിയാണെന്ന് വിശ്വസിക്കുന്ന, മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സിനിമയും സിനിമാ താരങ്ങളും ഏറ്റുപറയുന്ന 25 കണ്ടംപററി തിയറികളെ തള്ളിപ്പറയാതെ നിങ്ങൾക്ക് യേശു ഏകരക്ഷകനാണെന്ന് പറയാൻ പറ്റില്ല.
ക്രിസ്തു ഏകരക്ഷകനല്ല എന്ന് സ്ഥാപിക്കുന്ന ആയിരക്കണക്കിന് ഇതുപോലെയുള്ള അഗസ്റ്റസ് സീസറിന്റെ ക്ഷേത്രം പോലെയുള്ള ആയിരക്കണക്കിന് എതിർവിശ്വാസങ്ങളുടെ നടുവിൽ നിന്ന് യേശുവാണ് ഏകരക്ഷകൻ എന്നൊരാൾക്ക് പറയാൻ പറ്റണമെങ്കിൽ അറിവുണ്ടായാൽ പോരാ, വെളിപാടുണ്ടാവണം. മനസ്സിലാവുന്നോ? വെളിപാടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്നറിയോ, ഈ ഇന്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് വരും. അതെങ്ങനെ ശരിയാവുന്നേ? അതെങ്ങനെ ശരിയാവും? അവര് ഇവര് എല്ലാവരും ഇല്ലേ, എങ്ങനെ ശരിയാവും? ബുദ്ധി അല്ല ഇത്. ബുദ്ധിയിൽ ഇത് വരില്ല, ബുദ്ധിയിൽ ഇത് പറയാൻ പറ്റില്ല, ബുദ്ധിയിൽ ഇത് മനസ്സിലാവില്ല. എന്ത് വേണം? ഈശോ പറയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭയെ ഞാൻ സ്ഥാപിക്കും. മനസ്സിലായോ? അറിവിന്റെ പാറമേലല്ല, അനുഭവങ്ങളുടെ പാറമേലല്ല, അത്ഭുതങ്ങളുടെ പാറമേലല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ പാറമേലല്ല, വെളിപാടുകളുടെ പാറമേലാണ് തിരുസഭ പണിയപ്പെടുന്നത്. വെളിപാടുകളുടെ പാറ. ഇന്ന് ലോകം മുഴുവനിലുമുള്ള സകല നിരീശ്വരവാദികളും ബൈബിള് ആദ്യന്തം മുഴുവൻ അക്ഷരങ്ങളും വാക്കുകളും വാക്യങ്ങളും പറക്കിയെടുത്ത് അത് മുഴുവൻ അക്ഷരം പ്രതി തെറ്റാണെന്ന് നിങ്ങൾക്ക് ശാസ്ത്രീയമായി യുക്തിഭദ്രമായി തെളിയിച്ചാലും അപ്പോഴും വെളിപാടുള്ളവൻ പറഞ്ഞുകൊണ്ടിരിക്കും യേശുവാണ് ഏകരക്ഷകൻ. ഈ ബുദ്ധിയിലല്ല ഈ കളി നടക്കുന്നേ. ബുദ്ധിയിലല്ലത്, അത് അവന്റെ അകത്ത് കിട്ടിയ ഉറപ്പാണ്. അകത്ത് അത് തുറക്കപ്പെട്ടത് വെളിപാടുകളിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ നിന്റെ സഭ ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? അറിവിനെ തകർക്കാൻ പൈശാചിക ശക്തികൾക്ക് പറ്റും. അറിവിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, വെളിപാടിൽ തൊടാൻ പറ്റില്ല. പറയുന്നത് എന്താണെന്നറിയോ? നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടത്തില്ല. വെളിപാടിന്റെ മേൽ ഇല്ല, അറിവിന്റെ മേൽ ഉണ്ട്. ഇന്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് വരും, ബുദ്ധിയിൽ സംശയങ്ങൾ വരും. വെളിപാടിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. വെളിപ്പെടുത്തപ്പെട്ടവന്റെ മേൽ നരക കവാടങ്ങൾക്ക് അധികാരമില്ല. എന്നൊക്കെ പറയാവോ? ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കാം. 21 മുതൽ വായിക്കാം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. യോഹന്നാൻ 14:21 വായിച്ചേ. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഹൃദയം നൊന്ത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് അറിവല്ല വേണ്ടത്, എനിക്കെന്ത് വേണം? എനിക്ക് വെളിപാടുകൾ തരണം കർത്താവേ. എനിക്ക് ക്രിസ്തു ദൈവമാണെന്നും ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള ബോധ്യങ്ങൾ എൻ്റെ ഉള്ളിൽ രൂപപ്പെടാൻ എനിക്ക് അറിവല്ല ഇനി വേണ്ടത്. എനിക്കെന്ത് വേണം? എനിക്ക് വെളിപാടുകൾ തരണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഈശോയാണിത് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ 17:6 ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമാലേഖനം 8-ാം അധ്യായം ഇത് വായിക്കാം. 1 കൊരിന്തോസ് 2-ാം അധ്യായം എടുക്കാം. 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം അധ്യായം 2-ാം അധ്യായത്തിൽ ദീർഘമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം 6 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്തോസ് 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷെ ലൗകിക വിജ്ഞാനമല്ല,
ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചതാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ വായിക്കാം: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നില്ല, ചെവികൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, മനുഷ്യൻ്റെ മനസ്സിന്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആത്മാവ് മുഖേന എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12. അടുത്തോ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കാം. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഈ സുവിശേഷം കിട്ടിയത് ആരും എന്നെ പഠിപ്പിച്ചതല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. എഫെസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഈ വെളിപാടിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എഫെസോസ് 1:17. എഫെസോസ് 1:17. അതിനു മുമ്പ് എഫെസോസ് 3:3 ഒന്ന് വായിക്കാമോ? അത് വായിക്കുന്ന 1:17 വായിക്കുന്നതിന് മുമ്പ് എഫെസോസ് 3:3 ഒന്ന് വായിക്കാമോ? ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് പോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ച ഉൾക്കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തലൻ പറയാണ്, ഈ എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലായത് വെളിപാട് വഴിയാണ്. എന്നിട്ട് അദ്ദേഹം ഈ ദൈവജനത്തിന് വേണ്ടി വെളിപാടുണ്ടാവാൻ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. എഫെസോസ് 1:17. നമ്മുടെ കർത്താവായ എഫെസോസ് 1:17 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഒന്ന് എഴുന്നേക്കാവോ? ഒന്ന് പ്രാർത്ഥിക്കാതെ. അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവേ, എന്താ എനിക്ക് വേണ്ടത്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുന്ന് ജ്ഞാനത്തിൻ്റെയും എന്താണെന്നറിയാം, വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അതെല്ലാം നമുക്ക് തുറന്നു കിട്ടും. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ധാരണകൾ കിട്ടും. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ എല്ലാം വില എന്താണെന്ന് മനസ്സിലാക്കി തരും. ബുദ്ധിയിലല്ല, ഉള്ളിൽ മനസ്സിലാക്കി തരും. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൽ ആ ഒരു തുറവി അപ്പസ്തലന്മാർക്കെല്ലാം അതുണ്ടായിരുന്നു. ഇന്നെന്താ സംഭവിച്ചത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം കയറി. നമ്മൾ ഈ ലോകത്തെ ഒരുപാട് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ വെളിപാടുകൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരം വ്യാപിച്ചു. ബുദ്ധിയിൽ ഈശോ അതിനെ വിളിക്കുന്നത് ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു എന്നാണ്. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് ഏറ്റു പറയാം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവനെ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സ്വരമുയർത്തി ഉച്ചത്തിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവനെ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 119 ഈ പ്രാർത്ഥന വേറൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. നിങ്ങളൊന്ന് കണ്ണടച്ച് ഈ പ്രാർത്ഥനയൊന്ന് കേൾക്കുക. സങ്കീർത്തനം 119 34 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും
പൂർണ്ണ ഹൃദയത്തോടെ അവ അനുസരിക്കാനും എനിക്ക് അറിവ് നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ നോട്ടം പിൻവലിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ എന്ന് പറയാമോ? കർത്താവേ, ഞാൻ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എന്റെ ആത്മാവിനെ ഉജ്ജീവിപ്പിക്കണമേ. ജ്ഞാനത്തിന്റെ വെളിപാടിനെയും ആത്മാവിനെ എനിക്ക് തരണമേ. പ്രിയ മക്കളെ, ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് ഹൃദയം ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അറിവിന് വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈസ് ദി ലോർഡ്, വെളിപാടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, കൊരിന്തോസിലെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതാണ് 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. വായിക്കാമോ? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് അപ്പോസ്തലൻ ആ ഒരു അവസ്ഥയെ വിശദീകരിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈശോ പറഞ്ഞ കാര്യം, അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ എന്നെ നോക്കാവോ? ഈ ഭാഷയുടെ പരിമിതി കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. മനസ്സിലാണോ ആക്കണ്ടേ? അല്ലല്ല, മനസ്സിലല്ല. പിന്നെ എവിടാ? ആത്മാവില്. ഇത് ആത്മാവിലാണ്. നമുക്ക് ഭാഷ പരിമിതം ആയതുകൊണ്ടാണ് മനസ്സിലാക്കണ്ടേന്ന് പറയുന്നത്. മനസ്സിലാക്കുക അല്ല, മനസ്സിലല്ല, പിന്നെ എവിടാ? ആത്മാവിൽ. ഇത് നമ്മുടെ ആത്മാവിലാകാത്തതിന്റെ കാരണം പറയുകയാണ്, അവിശ്വാസികളായ അവരുടെ മനസ്സിനെ ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി. ഇത് ഈശോ അപ്പോസ്തലന്മാരോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്ക 24:25. ലൂക്ക 24:25 ഒന്ന് വായിക്കാമോ? ഈശോ അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് ഗ്രഹിക്കാൻ ഒന്ന് വായിച്ചത്. ലൂക്ക 24:25. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്ക് പതുക്കെ മനസ്സിലായ ഒരു കാര്യമാണിത്. അതായത് ഇങ്ങനെ കേട്ട് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? കേട്ട് ഇതൊക്കെ എനിക്ക് അറിയാമെന്നൊരു ധാരണ രൂപപ്പെട്ടിട്ട് ഹൃദയം മന്ദീഭവിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാല്, അഭിവൃദ്ധിയുടെ സുവിശേഷം അല്ലാതെ വേറൊന്നും ആരുടെ ഹൃദയത്തിലേക്കും കയറുന്നില്ല. അഭിവൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നിന്റെ കഷ്ടത മാറും, ഇപ്പം നിന്റെ രോഗം മാറും, ഇപ്പം നിന്റെ കഷ്ടം മാറും, ഇപ്പം നിന്റെ ക്ലേശം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, അതിനാണ് എന്ത് പറയുന്നത്? അതാണ്. അതായത് ഇപ്പൊ എല്ലാം മാറ്റും കർത്താവ്. ഇത് മാത്രമേ ആളുകളുടെ ഉള്ളിലോട്ട് കയറുന്നുള്ളൂ. വേറെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ ജനത്തിന്റെ ഹൃദയം മന്ദീഭവിച്ചു പോയി. നമ്മുടെ ജനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും, ഞങ്ങളും നിങ്ങളും എല്ലാം എന്ത് സംഭവിച്ചു? മന്ദീഭവിച്ചു പോയി. നമുക്ക് ഈ ജഡത്തെ കൊഴുപ്പിക്കുന്ന സാധനം മാത്രമേ ഇപ്പൊ മതി. അനുഗ്രഹം മതി. അനുഗ്രഹം. ഇപ്പൊ ദാ ഇവിടെ നിന്റെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇപ്പൊ ദൈവതാ ഇവിടെ ഇടപെടാൻ പോകും. ഹലോ, നാളെ വരുമോ? മനസ്സിലായോ? ഞാൻ കൺവെൻഷനുകള് നിങ്ങളോടാണ് പറയാണ്, പരമാവധി കുറച്ചു എടുക്കുന്നേലിപ്പം. അതിന്റെ കാരണം എന്താണെന്നറിയാം? എനിക്ക് മനസ്സിലായി ഇനി ഈ സാധനം കയറത്തില്ലേ ജനത്തിന്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ താല്പര്യമുള്ളൊരു ബൈബിൾ പഠിക്കാൻ വരൂ, ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ വചനം പഠിക്കാൻ വരൂ, ഞാൻ പഠിപ്പിക്കാം. അല്ലാതെ സാമാന്യ ജനത്തിന് വേണ്ടിയുള്ള സാധനം ഇനി ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. കാരണം അവർക്ക് എന്ത് വേണ്ട? നിത്യതയുടെ വചനങ്ങൾ വേണ്ട. എന്ത് മതി? ഇപ്പൊ നിന്റെ നീറുന്ന പ്രശ്നം, നിന്റെ കഷ്ടപ്പാടിൽ
ചില വൈബ്രേഷൻ ഇട്ടൊക്കെ പറഞ്ഞാൽ സംഭവം അങ്ങോട്ട് കൊഴുക്കും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പസ്തോലന്മാര് പ്രബോധിപ്പിച്ചത് അതല്ല. അപ്പസ്തോലിക പ്രബോധനം, നിങ്ങൾ പൗലോസ് അപ്പസ്തോലന്റെ മുഴുവൻ ലേഖനങ്ങൾ എടുക്ക്. നിന്റെ നീറുന്ന പ്രശ്നത്തിൽ ഇപ്പൊ ദൈവം ഇടപെടും. എവിടാ കിടക്കുന്നത്? ഞാൻ കണ്ടിട്ടേ ഇല്ല. അതിന് പകരം കിടക്കുന്ന വേറെയാണ്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? തിരിച്ചാ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നാളെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വരുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥിച്ചിട്ട് വരണം. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടത് എൻ്റെ ജഡത്തെ കൊഴുപ്പിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളല്ല. എനിക്ക് വേണ്ടത് എൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കുന്ന നിത്യതയുടെ വചനങ്ങളാണ്. അതാണ് അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത്. അത് മനസ്സിലാകണമെങ്കിൽ വെളിപാടിൻ്റെ ആത്മാവ് തുറക്കപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഞാനൊരു ഉപദേശം തരാം. പ്രോസ്പെരിറ്റിയുടെ പുറകെ പോകുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു ഉപദേശം ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ അടുത്ത സ്റ്റെപ്പ് നിരീശ്വരവാദമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വെറുക്കും. ഞാൻ പറഞ്ഞുതരാം. പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ അടുത്ത സ്റ്റെപ്പ് നിരീശ്വരവാദമാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കണം. എന്താണ്? ഇവിടെ ഉഴവൂര് വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവ് ഇന്ന് ഇടപെടും. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കും. അത് ഞാൻ പറഞ്ഞില്ല മറ്റേത്. അത് അണ്ടർസ്റ്റുഡാണ്. നിങ്ങൾ മാറുമൊന്നും വേണ്ട, നന്നാവൊന്നും വേണ്ട. കർത്താവ് ഇപ്പം നിന്നെ ഇവിടെ ആ 5ാമത്തെ കസേരയിൽ 9ാമതിരിക്കുന്ന ചേട്ടനെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരിൽ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേരിൽ ഇന്നത്തെ കൺവെൻഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 5 പേരുടെ പ്രശ്നം മാറി. 95ൻ്റെയും പ്രശ്നം, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണമെന്ന് ഒറ്റയ്ക്ക് വന്ന് പറഞ്ഞാൽ മതി. എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയണം. ഞാൻ പറയുന്നത് കള്ളാണെങ്കിൽ ഇപ്പൊ പറയണം. 95ൻ്റെയും പ്രശ്നം മാറിയിട്ടൊന്നുമില്ല. 5 പേരുടെ കേസ് മാറിയിട്ടുണ്ട്. ആ 5 പേരെയും കൊണ്ട് ഞാൻ പോകും. എന്തിനാണെന്നറിയോ? അടുത്ത കൺവെൻഷന് സാക്ഷ്യം പറയിപ്പിക്കാൻ അവരെ ഞാൻ കൊണ്ടുപോകും. 95ൻ്റെയും പ്രശ്നം മാറിയിട്ടില്ല. അപ്പൊ ഈ 95 പേര് എന്ത് വിചാരിക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പറയാം. ഈ 95 പേര് വിചാരിക്കും, ഒന്നുകിൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ഈ പുള്ളിക്ക് അത്രയും പവർ ഇല്ലാത്തോണ്ടായിരിക്കും. ഈ 2 കാര്യം ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങൾ അടുത്ത എൻ്റെ കൺവെൻഷനൂടെ വരും, കാരണം നിങ്ങളുടെ കുഴപ്പമാണെന്നൊന്നറിയാൻ. എൻ്റെ ഒരു 3-4 കൺവെൻഷന് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഈ പുള്ളിക്ക് വലിയ പവറൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ പവറുള്ള അടുത്ത ആളുടെ അടുത്തോട്ട് പോവും. അപ്പൊ ഈ കൺവെൻഷൻ വന്നവരിൽ പ്രശ്നം മാറാത്ത 95 പേര് എന്ത് ചെയ്തു? അടുത്ത ആളുടെ കൺവെൻഷന് പോയി. അവിടെ അതില് ഒരു 10 പേരുടെ പ്രശ്നം മാറി. പിന്നെ ബാക്കി 85 പേര് പ്രശ്നം മാറാതെ കിടക്കാണ്. ആണല്ലോ. ഞങ്ങള് ധ്യാനഗുരുക്കന്മാര് സാക്ഷ്യങ്ങൾ പറയിപ്പിക്കുമ്പോ നിങ്ങൾ നടന്നവരുടെ സാക്ഷിയല്ലേ കേട്ടിട്ടുള്ളൂ? കാര്യങ്ങൾ നടക്കാത്തവരുടെ വല്ല സാക്ഷി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഈ ലോകത്ത്, മനസ്സിലായി? അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് അടുത്ത ധ്യാനത്തിനും അടുത്ത ആളുടെ കൺവെൻഷന് പോകും. അവിടെ ചെല്ലുമ്പോൾ അവരുടെ 10 പേരുടെ ഇവിടെ മാറി. അപ്പൊ പക്ഷെ അപ്പോഴും 85 പേര് കിടക്കുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? അവരൊരു 10-20 ധ്യാനകേന്ദ്രങ്ങൾ പരീക്ഷിക്കും. അപ്പോഴും അതിലെ 50% പേരുടെ പ്രശ്നങ്ങൾ, അമ്മച്ചി ഞാൻ സത്യല്ലേ പറയുന്നത്, മാറത്തില്ല. അതായത് അവരിൽ 50% പേരുടെ പ്രശ്നം, സിസ്റ്റർ ശരിയല്ലേ ഞാൻ പറയുന്നത്? സിസ്റ്ററുടെ ജീവിതത്തിലെ എല്ലാ ഭൗതിക പ്രശ്നങ്ങളും പ്രാർത്ഥിച്ച് മാറിയിട്ടുണ്ടോ? ഇല്ല. അത് പറയാൻ സിസ്റ്റർ ഒന്നും വിഷമിക്കണ്ട. എന്റെയും മാറിയിട്ടില്ല, സിസ്റ്ററിന്റെയും മാറിയിട്ടില്ല. ശരിയല്ലേ പറയണേ? ആണോ? എല്ലാം ഒന്നും മാറിയിട്ടില്ലെന്ന് നമ്മൾ പറയുന്നില്ല. കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഒന്നും ഒടയതമ്പുരാന്റെ പുത്രൻ കർത്താവ് ഈശോ മിശിഹാ പ്രാർത്ഥിച്ചിട്ട് പോലും എല്ലാ പ്രാർത്ഥനയും നടന്നിട്ടില്ല. കഴിയുമെങ്കിൽ ഈ പാനപാത്രാകുന്നു പോണേ. നടന്നോ? നടന്നില്ല.
ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മൾ ആളുകളോട് പറയണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉള്ളതുള്ളതുപോലെ പറയണം. എല്ലാ പ്രശ്നവും പ്രാർത്ഥിച്ച് പറ, മാറത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പൊ 50% പേര് കേരളത്തിലെ 20 ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയിട്ടും എന്ത് പറ്റിയില്ല? ഇത് മാറിയിട്ടില്ല. അപ്പൊ അടുത്ത കാര്യം അവർ ചിന്തിക്കാൻ പോണത്, ഈ പ്രാർത്ഥനയിലൊന്നും ഒരു കാര്യവും അവര് നിരീശ്വരവാദികളാവും. ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങള്. എന്നാൽ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കായിരുന്നു, എല്ലാ പ്രശ്നമൊന്നും മാറത്തൊന്നുമില്ല. ചിലത് മാറും, ചിലത് മാറത്തില്ല. മാറിയാൽ സ്തോത്രം, മാറിയില്ലെങ്കിൽ സ്തോത്രം. മാറിയാൽ മാറാൻ ദൈവം അനുവദിച്ചു, മാറിയില്ലെങ്കിൽ ഇതിലൂടെ അടുത്ത നന്മ ദൈവം തരും. ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം പോകാതിരുന്നേനെ. 1. 2 സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ 2ാമത്തെ പ്രശ്നം ഞാൻ പറയാൻ പോവാണ്. 2ാമത്തെ പ്രശ്നം, നമ്മൾ പോയി പ്രാർത്ഥിച്ച് എല്ലാ പ്രാർത്ഥനയും ഈ സമവാക്യം വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് അനുഗ്രഹം വാങ്ങിച്ചു. ഈ വചനം 5000 തവണ എഴുതി കുറച്ച് അനുഗ്രഹം ഇവിടെ വാങ്ങിച്ചു. ഇത് 50 തവണ ചൊല്ലി ഇത് വാങ്ങിച്ചു. പിന്നെ അവിടെ പോയി ഇങ്ങനെ ചെയ്ത് ഇത് വാങ്ങിച്ചു. ദാനിയേലച്ചൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചെയ്ത് കുറച്ച് വാങ്ങിച്ചു. എല്ലാം നമ്മൾ വാങ്ങിച്ചു. കേട്ടോണേ. നമ്മുടെ പിള്ളേര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേര് കാരണം അമ്മ അങ്ങോട്ട് പോകുന്നു. ഇന്ന് തിങ്കളാഴ്ച അമ്മ ഈ ധ്യാന കേന്ദ്രത്തിൽ, ചൊവ്വാഴ്ച അമ്മ ഈ ധ്യാന, പിന്നെ പള്ളിയിലെ അവിടെ, പിന്നെ ഈ പുണ്യാളന്റെ നൊവേന അവിടെ, ഇത് എല്ലാം അമ്മ ഇങ്ങനെ പോവാണ്. അമ്മയെ മാത്രമല്ല അമ്മയപ്പനും എല്ലാം പോവാണ്. കേട്ടോണേ. അങ്ങനെ പോയിട്ട് പിള്ളേര് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അമ്മ ഈ അനുഗ്രഹം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പിന്നെ അമ്മ എല്ലാ സാക്ഷ്യവും എല്ലാം പറയുന്നു, അമ്മ എഴുതി അയക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്മായിയപ്പന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കത്തില്ല. ഭർത്താവിനോട് ഒരു തരി സ്നേഹമില്ല. കേട്ടോണം നിങ്ങള്. ഈ പ്രാർത്ഥിച്ച അനുഗ്രഹം വാങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇതാര് നോക്കുന്നുണ്ട്? പിള്ളേര്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് തട്ടിപ്പാണ്, ഇത് കള്ളത്തരമാണ്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഈ അമ്മയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് അവര് പറയും, ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ അടുത്ത സ്റ്റെപ്പ് നിരീശ്വരവാദമാ. ഒരുങ്ങിയിരുന്നോ. മനസ്സിലായോ? അതായത് ഇതിന്റെ പുറകെ നടന്ന് നാളെ അടുത്ത തലമുറ വിശ്വാസം ഇല്ലാത്തതായിട്ട് മാറും. അപ്പസ്തോലന്മാര് പഠിപ്പിച്ച അതല്ല. നിന്റെ നീറുന്ന പ്രശ്നത്തിൽ ഇന്ന് രാത്രി ദൈവം ഇടപെടാൻ പോകുന്നു ഒരപ്പസ്തോലൻ പറഞ്ഞിട്ടില്ല. അപ്പസ്തോലൻ പറഞ്ഞത്, കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സഹിക്കുന്നവര് മഹത്വം പ്രാപിക്കുമെന്നാണ് അപ്പസ്തോലന്മാര് പഠിപ്പിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഹൃദയം മന്ദീഭവിച്ചു പോയി. ഇപ്പൊ ഹൃദയത്തിന് ഇളക്കം വരണമെങ്കിൽ എന്ത് വരണം? ഈ ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയണം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഒരു പരുവത്തിൽ വളരെ പിടിച്ചിരിക്കുന്ന നിങ്ങൾ ഉണരാൻ 15 മിനിറ്റ് എനിക്ക് തന്നാൽ മതി, ഞാൻ ഉണർത്തി തരാം. എങ്ങനെയാണെന്നറിയോ? ജഡത്തെ കൊഴിപ്പിക്കുന്ന ഒരു 5 കാര്യം പറഞ്ഞാൽ മതി. അപ്പുറത്ത് നീല ചുരിദാരിട്ടിരിക്കുന്ന സഹോദരി, നിന്റെ കണ്ണീര് ദൈവം കാണുന്നുണ്ട് മോളെ, നീ വിഷമിക്കാനുണ്ട്. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു സാധനം ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദര സഹോദരി, മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്ന പോലെ ഉള്ളത്, മോട്ടിവേഷൻ ക്ലാസ് അത് കേൾക്കുന്ന പോലെ ഉള്ളത്, അത് ദൈവവചനമല്ല. ദൈവവചനം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മനുഷ്യൻ ഉണരണം. ഉഴവൂര് കൺവെൻഷൻ പന്തലിലെ മനുഷ്യര് ആത്മാവിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ചലിക്കുകയും നിങ്ങളുടെ കരം ഉയരുകയും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ നിങ്ങൾ ആത്മാവിൽ വെളിപാട് തുറക്കപ്പെട്ടവരാണ്. അങ്ങനെ ഒരു ജനതയാണ് ഇനി സഭയിൽ ഉണർന്നു വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് പ്രാർത്ഥിക്കണം. ഈശോ പറയാണ്, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഹൃദയം, ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായി വരുന്നുണ്ടോ? ഹൃദയം മന്ദീഭവിച്ചവര്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കർത്താവ് ഈശോ മിശിഹാ അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് മാറ്റം വന്നു. ലൂക്ക 24:32 ലൂക്ക 24:32 ഒന്ന് വായിക്കാമോ? അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഇതാണ് സംഭവിക്കേണ്ടത്. വിശുദ്ധ ലിഖിതം
ലോകത്താര് വിശദീകരിച്ച് സംസാരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് വരാൻ ഉഴവൂര് കൺവെൻഷൻ എത്തിയ ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അതായത് നമ്മുടെ ഹൃദയം, അതായത് ആത്മാവ് ജ്വലിച്ചിട്ട് നമുക്ക് നമ്മുടെ പൂർവികര്, നമ്മുടെ മാതാപിതാക്കന്മാര് വേറെ യാതൊരു തരത്തിലും അവർക്ക് മറ്റൊന്നും അവർക്ക് അഭിമാനിക്കാനോ അവർക്ക് അവകാശപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കാനോ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ കണ്ണു നിറയുന്നവരും അവർ ഹൃദയം ആർദ്രമാകുന്നവരും അവരുടെ ഹൃദയത്തിൽ ഒരു അഭിഷേകം രൂപപ്പെടുന്നവരുമായിരുന്നു. എന്നാൽ ഈ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു? കുർബാന നമുക്ക് ബോറാവുന്നു, പ്രാർത്ഥനകൾ നമുക്ക് മടുപ്പാകുന്നു, വചനം വായിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നു. എന്താ കാര്യം? ഹൃദയം മന്ദീഭവിച്ചു പോയി. എന്നാൽ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങൾ കർത്താവ് വിശദീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന ഒരു അഭിഷേകം രൂപപ്പെടാൻ, കർത്താവേ വെളിപാടിൻ്റെ ഒരു അരൂപിയെ എനിക്ക് നീ തരണേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ലൂക്ക 24:45, ലൂക്ക 24:45 വായിക്കാം. ലൂക്ക 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈ വചനങ്ങൾ പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് സംഭവിക്കും, നമ്മുടെ ഉള്ളിൽ അത് തുറക്കപ്പെടും. അതുവേണ്ടിയാണ് ഞാൻ സ്ട്രഗിൾ ചെയ്ത് പറയുന്നത്. നിങ്ങളതുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് ഈ വചനം കേൾക്കണം. കർത്താവേ, എനിക്ക് ആത്മീയ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ ഹൃദയം തുറന്നു തരണേന്ന് പ്രാർത്ഥിക്കണം. ഇനി അടുത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങൾ നമുക്ക് മടുപ്പാവുന്നത്? അതിൻ്റെ കാരണവും ബൈബിൾ പറയുന്നുണ്ട്. എന്താ നമുക്ക് ആത്മീയ കാര്യങ്ങളോടൊരു മമത ഇല്ലാത്തത്? എന്താ മമത? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ എനിക്ക് മറുപടി തരണം. അതെ, നിങ്ങൾ കുർബാനയിൽ നിങ്ങൾ സീറോ മലബാറുകാരല്ലേ? ആണോ? നിങ്ങൾ ഉക്രൈനിയൻ എരിത്രിയൻ ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ നിങ്ങളുടെ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി എന്തോ അത് എനിക്ക് പിടിയിട്ടിട്ടില്ല, അതെന്താ അത് എന്ന് പറഞ്ഞ നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി, അതെന്താ അത്? പറയേച്ചി പറ. നീതിയുടെ അതെനിക്കറിയാം, അതെന്താന്നത്. അത് ഏത് വാതിലാണ്? അത് എവിടാണ് ആ വാതില്? നീതിയുടെ വാതിൽ തിരുസന്നിധിയിങ്കൽ പാപികളേവരെയും. പാട്ടൊക്കെ അറിയാം. നീതിയുടെ വാതിൽ പറ. അതെന്താപ്പാ നീതിയുടെ വാതില്? ഒന്നും കണവണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. എനിക്കറിയാം, അറിയത്തില്ലെന്ന്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ അപ്പുറത്തെ സഭയിലുള്ള ഒരാള് ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അതെന്താ കർത്താവ് നീതിയുടെ വാതില്? നിങ്ങൾക്ക് അറിയത്തില്ല. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, നിങ്ങളത് ചിന്തിച്ചിട്ടില്ല. സ്വർഗവാതിലോ? ചുമ്മാ അടിച്ചതാ, എനിക്ക് മനസ്സിലായി. അല്ല, നീതിയുടെ വാതിൽ. ശ്രദ്ധിച്ചേ, ചിന്തിച്ചിട്ടില്ല അല്ലേ? ഉത്ഥാന ഗീതം എന്ന് പറയുന്നൊരു പാട്ടുണ്ട് കുർബാന പുസ്തകത്തിൽ. ഏതാ അത്? സർവാധിപനാം കർത്താവേ. എന്തിനാ അതിനെ ഉത്ഥാന ഗീതം എന്ന് വിളിക്കുന്നത്? പറയണ്ട, ഉത്ഥാന ഗീതമെന്ന്. ഇനി അത് അവിടെ കൊണ്ടുവച്ചത് എന്തിനാ? വേറെ എവിടെ വെക്കാൻ തലവില്ലാത്തോണ്ട് അവിടെ കൊണ്ട്, അങ്ങനാണോ? ഞാൻ ഇറങ്ങി വന്ന് ഇങ്ങനെ കറങ്ങി നടന്ന് ചോദിക്കാം. 100 പേരോട് ചോദിച്ചാൽ 98 പേരും ഉത്തരം പറയത്തില്ല. അത് ഒരു സഭയുടെ മാത്രം കാര്യമല്ല. അത് ഏത് സഭയിലെ ഏത് പ്രാർത്ഥനയാണ് ചെന്ന് ചോദിച്ചാലും ഒത്തിരി പേർക്കൊന്നും അറിഞ്ഞൂടാ. അതവർ അറിവില്ലാത്തത് കൊണ്ടല്ല, അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാത്ത എന്താണെന്നറിയാമോ? ഇത്തരം കാര്യങ്ങൾ അവരെ പ്രചോദിപ്പിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ അറിയണമെന്ന് അവരുടെ ഉള്ളിലൊരു ദാഹമില്ല. എന്തറിഞ്ഞാൽ മതി? ഏത് വചനം എഴുതിയാൽ കൊച്ചിനെ കാനഡയ്ക്ക് വിടാം, അതറിഞ്ഞാൽ മതി. ഓസ്ട്രേലിയക്കുള്ള വിസയുടെ റൂട്ട് കിട്ടുന്ന ഒരു വചനം പുതിയത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വചനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. അതായത് എൻ്റെ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഇങ്ങനൊരു സാധനം കിടക്കാണ്.
അതെന്താ അത്? ഞാൻ ആരാധിക്കുന്ന സാധനമാണിത്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെയാണോ ആരാധിക്കുന്നത്? ആരാധിക്കുന്ന എന്താന്ന് വല്ലതും അറിയുന്നുണ്ടോ? ഓരോന്നോരോന്നായിട്ട് എടുത്ത്, ഞാൻ നാണം കെടുത്താൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു 10 പ്രാർത്ഥന എടുത്തിട്ട് അങ്ങോട്ട് വരാം. നിങ്ങൾക്ക് തിരിച്ച് മലങ്കരയിൽ 10 പ്രാർത്ഥന എടുത്ത് എല്ലായിടത്തും വരാം. എല്ലാം തുല്യമായിരിക്കും. എന്തെന്നറിയാം, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും, നമ്മൾ പാട്ട് നല്ല സംഭവമുണ്ട്. നമ്മൾ യന്ത്രമൊക്കെ വെച്ചിട്ട് പാടുമ്പോൾ ഒരു സംഭവമുണ്ട്. സംഭവം അത് കിട്ടിയല്ലോ, എന്നാൽ പിന്നെ പോവാം. സംഭവം കിട്ടിയല്ലോ, സംഭവം വന്നല്ലോ അല്ലേ? സർവാധിപനാം കർത്താവേ, ഒരു സംഭവം വന്നിട്ടുണ്ട്. പോവാം. ഇതിപ്പോൾ ഏത് ഉത്ഥാന ഗീതായാലും എന്ത്, അല്ലാതെ ആരോഹണ ഗീതായാലും എന്ത്, നമുക്കെന്ത്? അത് ഇവിടെ കൊണ്ടുവച്ചാൽ നമുക്കെന്ത്? അവസാനം ഖുർആൻ കഴിഞ്ഞ് പാടിയാലും മതി, നമുക്കെന്ത്? ഇത് അറിയാനൊരു ദാഹമില്ല. ഇതറിയണം എൻ്റെ കർത്താവേ. അതെന്താന്ന് വെച്ചാൽ കർത്താവ് പറയാണ്, നമ്മുടെ ഈ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കി കളഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ അത് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആത്മീയ ദാഹം ഉണ്ടാവും. അനേകരെ എനിക്കറിയാം, ആ ദാഹമുള്ള മനുഷ്യർ. അവർക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അത് കേൾക്കുമ്പോൾ ഹൃദയം നിറയാനും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനും ഉതകുന്ന ആത്മീയ കാര്യങ്ങൾ. അല്ല നിന്റെ ജഡം കൊഴിപ്പിക്കുന്ന കാര്യം പറയും, നിന്നെ ഇപ്പം നിന്റെ തലവര മാറി, ഇപ്പം നിന്റെ തിരുത്തി എഴുതും, നിന്റെ അത് മാറി ഇത് മാറി എന്ന് പറയുമ്പോഴുള്ള ഒരു കൊഴുപ്പല്ല. ആ കൊഴുപ്പല്ല ഇത് ആത്മാവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അങ്ങനെ ഹൃദയം ജ്വലിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ സഭകളിൽ ആത്മാവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ? എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ താല്പര്യം ഇല്ലാത്തത് എന്നുള്ളതിന് വചനം ഒരു കാരണം പറയുന്നുണ്ട്. ആ കാരണമാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ഒരു കാര്യം ചെയ്തോ, മർക്കോസിന്റെ ആദ്യം, അതിനു മുമ്പ് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 19 വായിച്ചിട്ട് മറ്റേ വചനം വായിക്കാം. മർക്കോസ് 4:19. എന്നാൽ മർക്കോസ് 4:19, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. അതാണ് ഈ പറയുന്നത്. അതായത് ലൗകിക വ്യഗ്രത. ആ വാക്കൊന്ന് പറഞ്ഞേ, ലൗകിക വ്യഗ്രത. അതായത് ഈ ലോകമാണ് പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഈ ലോകത്തിൽ എത്ര നേട്ടം എത്രയും ഉണ്ടാക്കിയാലും പിന്നെയും ഈ ലോകം മതി എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം, ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇനി 1 യോഹന്നാൻ 2:15, 1 യോഹന്നാൻ 2:15 ഒക്കെ വായിക്കാം. 1 യോഹന്നാൻ 2:15, ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ ഉപയോഗിക്കരുതെന്നല്ല, ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. അടുത്ത വാക്യം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. യാക്കോബ് 4:4. യാക്കോബ് 4:4 വായിക്കാമോ? വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. ഞാൻ ചുരുക്കി പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമുക്ക് ദൈവിക കാര്യങ്ങൾ പഠിക്കാൻ, അപ്പസ്തോലിക പ്രബോധനങ്ങൾ പഠിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് വേണം? അറിവാണോ വേണ്ടത്? പിന്നെന്താ വേണ്ടത്? വെളിപാട്. വെരി ഗുഡ്. നമുക്ക് വെളിപാട് വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വെളിപാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം,
നമ്മൾ പറഞ്ഞത് ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം തുറക്കപ്പെടാത്തതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി. ലോകത്തിന്റെ ദേവൻ, ലോകമാണ് വലുത് എന്ന് ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ നേട്ടങ്ങൾ വലുതായി കാണുമ്പോൾ നമുക്ക് നിത്യതയുടെ വില മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ലോകാരൂപി എന്നിൽ നിന്ന് എടുത്തു കളയണമേ. ലോകത്തോടുള്ള അമിതമായ മൈത്രി എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എനിക്ക് ലോകത്തെ വെറുക്കാൻ എൻ്റെ ഹൃദയത്തെ പഠിപ്പിക്കണമേ. എനിക്ക് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? നമുക്ക് ഈ ആത്മീയ കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായ ഒരു ആത്മീയ ദാഹം രൂപപ്പെട്ടിട്ട് നമുക്ക് ബൈബിൾ എടുക്കുമ്പോൾ അത് പിന്നെ താഴെ വെക്കാൻ പറ്റാത്തതുപോലെ ഒരു ദാഹം ഉണ്ടാവും. വചനം ഇങ്ങനെ അറിയാനുള്ള ഒരു ആഗ്രഹം, കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. അതുപോലെ തന്നെയാണ് നമുക്ക് പള്ളിയിലെ നമ്മുടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ പങ്കാളിത്തം പരിപൂർണമായിട്ട് വേറൊരു നിലവാരത്തിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ ബോധ്യത്തിൽ നിന്ന് ആരാധിക്കും. യേശു എനിക്ക് വേണ്ടി കുരിശിൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഹൃദയത്തിൽ, ആത്മാവിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യത്തിലാണ് ആരാധിക്കുന്നത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആ ഒരു കൃപാവരം നമ്മൾ രൂപപ്പെടുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ആരാധന നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് വെളിപാടിൻ്റെ ഒരു അഭിഷേകം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, മനുഷ്യനെല്ലാം പ്രായോഗികമായി ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കും, അപ്പോൾ ഞാൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരുന്നാൽ എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ആര് പ്രാർത്ഥിക്കും? അതൊക്കെ എങ്ങനെ നടക്കും? അച്ഛന് പിള്ളേരൊന്നും ഇല്ലല്ലോ, അല്ലേ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മാവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കിട്ടിയാൽ, എന്നെ വിശ്വസിച്ചോ, ഞാൻ കർത്താവ് ഈശോമിശിഹായുടെ നാമത്തിൽ പറയുകയാണ്, ആത്മാവിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് തുറന്നു കിട്ടി, ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദാഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിക്കേണ്ടി വരില്ല. അത് ദൈവം നടത്തി തന്നിരിക്കും. അത് നമ്മുടെ വിഷയം അല്ലാതാവും. അതെല്ലാം ടേക്കൺ കെയർ ഓഫ്. എല്ലാം ദൈവം സമയാസമയത്ത് നടത്തി തരും. അപ്പോൾ അതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. ഇത് പ്രാർത്ഥിക്കുക. ഇന്നിവിടെ വന്നിരിക്കുന്ന മുഴുവൻ ദൈവജനവും പ്രാർത്ഥിക്കുക, കർത്താവേ, ജ്ഞാനത്തിൻ്റെ വെളിപാടിൻ്റെ ഒരു ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്യണമേ. എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരണേ. ഞങ്ങൾ മലങ്കരക്കാർ അച്ഛന്മാർ കുർബാന ചൊല്ലുന്നതിന് മുമ്പ് ഒരു ഒരുക്ക ശുശ്രൂഷയിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ചുമ്മാ ഒന്ന് കേട്ടോ ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ കരങ്ങൾ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും മാപ്പപേക്ഷിക്കുന്നു. വൈരിയുടെ സകല വ്യാപാരത്തിൽ നിന്നും, പിശാചിൻ്റെ എല്ലാ വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും, അവിഹിത വീക്ഷണത്തിൽ നിന്ന്, ആവശ്യമില്ലാത്ത കാഴ്ചകളിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും, വ്യർത്ഥ ശ്രവണത്തിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എൻ്റെ കാതുകളെയും, നിന്ദ്യപ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും, ദുഷിച്ച സംസാരത്തിൽ നിന്ന് എൻ്റെ നാവിനെയും നീ കാത്തുകൊള്ളണമേ. അങ്ങനെ ഞാൻ പൂർണ്ണമായി നിന്റേതാകാനും നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നൽവരങ്ങൾ നിന്നിൽ നിന്ന് പ്രാപിക്കാനും, നിന്റെ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനും എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. പ്രാർത്ഥിച്ചെന്താ? എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ, ആന്തരിക ഇന്ദ്രിയങ്ങളെ കർമ്മനിരത. മേക്ക് മൈ ഇന്നർ സെൻസസ് ആക്റ്റീവ്. ഇതാ പ്രാർത്ഥിക്കണ്ടേ. എൻ്റെ കർത്താവേ, എൻ്റെ ആന്തരിക നയനങ്ങളെ തുറന്നു തരണേ. ഇന്ന് പ്രാർത്ഥിക്കാവോ? ഇന്നത് പ്രാർത്ഥിക്കാവോ? ചേച്ചിയുടെ ജീവിതം മൊത്തം മാറും. ചേച്ചിയെ പിന്നെ വിഷമിപ്പിക്കാൻ ഈ അയലോക്കത്തെ ആ ചേച്ചിക്ക് പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, മാതൃസംഘടന എന്ന് പറഞ്ഞാണ് മാതൃസംഘട്ടനം എന്ന്. കേട്ടപ്പോൾ എനിക്ക് തോന്നി അതാണ് കുറച്ചുകൂടെ നല്ല വീട്. മാതൃസംഘട്ടനം, യുവജന സംഘടന, അങ്ങനല്ല, യുവജന സംഘടനം, അൽമായ സംഘടനം, വൈദിക സംഘടനം.
അപ്പൊ സംഘടനകളുമായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും നമ്മളെ ഭാരപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് നിത്യതയുടെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. ദൈവിക കാര്യങ്ങളാണ് നിങ്ങളുടെ അകത്ത് കിടക്കുന്നത്. ഈ ചെറിയ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ടെന്ന് പറയത്തില്ലേ, അത് തന്നെ സംഭവം. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് കിടക്കുകയാണ്. നിത്യതയുടെ കാര്യങ്ങളിലോ ഈ ദൈവം തന്ന പ്രത്യാശ എന്താണെന്ന് അതൊക്കെ ഞാൻ നാളെ പറയാം. പ്രത്യാശ അതൊക്കെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ 2 കമന്റ് എഴുതിയാൽ നിങ്ങൾക്ക് വിഷമം വരുമോ? ഇല്ല. വല്ല സോഷ്യൽ മീഡിയയും നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമോ? നിങ്ങൾ വേറെ വലിയ കാര്യം കിടക്കുകയാണ് ഇവിടെ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം.